Hello class, welcome to the next lecture in programming in C. So today the topic that we will be covering is pointers. Okay, so to start with, let's see what are pointers. Actually you have already seen this concept, but you may not have seen this in a formal way, but let me just write down a little sort of informal definition of sorts. So pointers are special variables, okay, that are used to store addresses rather than values. Okay, so basically what are pointers? They are variables used to store addresses. That should be the takeaway. Okay, suppose consider a variable, let's say int say p, int p, okay, or let's say int c. Okay, when we are declaring this and the compiler implements this statement, what happens? What happens is that the compiler moves aside or keeps aside certain number of bytes in the memory, in the RAM, and gives it the name C. Okay, so this space memory is set aside for the variable named C. Okay, in the physical address, in the physical memory, you don't know what C is. There is no particular name. All these locations, each locations are known by its addresses. Okay, known by their physical addresses. So that address is what the pointer stores. Okay, here suppose you are storing an integer C, it may be storing a value, suppose C is equal to 10 or C equal to 10,000 or whatever. But whenever we are considering pointers or pointer variables, it will not be storing these kind of values. It will be storing something, but what will it be storing? It will be storing addresses. Addresses of what? Usually it will be addresses of some other integer, some other variables, but in general pointers are used to store addresses. Okay, so let's see an example. Okay, this is the way we declare a pointer, int star p. Okay, int star p. Right, int star p. This is a way that we declare a pointer. അതായത് സപ്പോസ് ഇതിൽ തന്നെ ഇപ്പോൾ എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു ആംബിഗ്വിറ്റി ഉണ്ടാവാം. അതായത് ഇൻറ്റിനോട് ചേർന്നിട്ടാണോ സ്റ്റാർ, അത് കഴിഞ്ഞിട്ടാണോ പി, അതോ ഇൻറ്റ് സ്പേസ് സ്റ്റാർ സ്പേസ് പി ആണോ, അതോ ഇൻറ്റ് സ്പേസ് സ്റ്റാർ പി ആണോ, റൈറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ഡൗട്ട്സ് ഉണ്ടാവുക. ആക്ച്വലി ഇത് മൂന്നും വാലിഡാണ്. ഇൻറ്റ് സ്റ്റാർ സ്പേസ് പിയും ഇൻറ്റ് സ്പേസ് സ്റ്റാർ സ്പേസ് പിയും ഇൻറ്റ് സ്പേസ് സ്റ്റാർ പിയും ഇത് മൂന്നും വാലിഡ് ആയിട്ടുള്ള പോയിൻ്റർ ഡിക്ലറേഷൻസ് ആണ്. സോ യൂഷ്വലി ഇറ്റ് ഈസ് ബെറ്റർ ഇഫ് യു സ്റ്റിക്ക് ഓൺ ടു ദിസ് വൺ. കാരണം ഞാൻ വേറൊരു എക്സാമ്പിൾ എഴുതാം. എനിവേ ദ ബേസിക് നൊട്ടേഷൻ ഇസ് ഇതാണ്. എന്താണ്? ഇൻറ്റ് ഉണ്ടാവും, സ്റ്റാർ ഉണ്ടാവും, നമ്മുടെ പോയിൻ്ററിൻ്റെ പേരുണ്ടാവും. ഓക്കെ, ഈ ഒരു സിനാരിയോ കൺസിഡർ ചെയ്തേ. ഇൻറ്റ് സ്റ്റാർ p1 കോമ p2. ഓക്കെ, ഇൻറ്റ് സ്റ്റാർ p1 കോമ p2. ഇതിൽ ഈ p1 മാത്രമാണ് പോയിൻ്റർ. ഇത് ഒരു റെഗുലർ ഇൻറ്റിജർ വേരിയബിളാണ്. ഓക്കെ, ഇനി ഇൻറ്റ് സ്റ്റാർ p1 കോമ സ്റ്റാർ p2 ഇത് വരുമ്പോഴോ ഇത് രണ്ടും
പോയിൻറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ മൾട്ടിപ്പിൾ പോയിൻറ്റേഴ്സ്, മൾട്ടിപ്പിൾ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഒറ്റ ലൈനിൽ ഡിക്ലെയർ ചെയ്യുമ്പോൾ, ഇറ്റ് ഈസ് യൂഷ്വലി പ്രിഫറബിൾ ടു കീപ് ദ സ്റ്റാർ ജസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ പർട്ടിക്കുലർ പോയിൻ്റർ യു വാണ്ട്. ഓക്കെ, ഇനി ഇവിടെ തന്നെ ഉദാഹരണത്തിന് ഇപ്പം ഇവിടെ തന്നെ നിങ്ങൾക്കൊരു കോമ ഇട്ടിട്ട് P3 ഇടാം. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും പോയിൻറ്റും ഇതൊരു ഇൻറ്റിജറുമായിട്ട് മാറും. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ വേരിയബിൾസ് ഒറ്റ ലൈനിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈ ഒരു ഇതാണ് കുറച്ചുകൂടെ പ്രിഫറബിൾ എന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, സോ മറ്റ് തിരിച്ചെഴുതിയാലും തെറ്റൊന്നുമില്ല. നമ്മൾ എഴുതുമ്പോൾ പല രീതിയിലും എഴുതും, അതിൽ പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. ഓക്കെ, സോ ദിസ് ഈസ് ബേസിക്കലി ഡിക്ലറേഷൻ ഓഫ് പോയിൻറ്റേഴ്സ്. ഇനി അടുത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓക്കെ ഡിക്ലെയർ ചെയ്തു. അഗെയിൻ നമുക്കിതെല്ലാം 1-2 എക്സാമ്പിൾസിലൂടെ പോവാം. ദാറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, int star pc comma c. So here എന്താണ്, this is a pointer, this is an integer. ഓക്കെ, അത് മാറിപ്പോയത്. c ഈക്വൽ ടു 5. നമ്മൾ c ഇനിഷ്യലൈസ് ചെയ്യണം. c 5 എന്ന് പറയുന്നൊരു വാല്യൂ ആയിട്ട് ഇനിഷ്യലൈസ് ചെയ്തു. ഓക്കെ, ഇതുപോലെ നമുക്ക് പോയിന്ററിനെ ഇനിഷ്യലൈസ് ചെയ്യേണ്ടേ. സോ ഹൗ ഡു വി ഡു ദാറ്റ്? വി ഡു pc equal to ampersand c. Okay, let me write it better. Ampersand c. Okay, ഈ ആംബർസാൻഡ് നിങ്ങൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, സ്കാനഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്. സ്കാനഫിൽ വേരിയബിൾ, ഇപ്പോൾ ഏത് വേരിയബിളിലോട്ടാണോ റീഡ് ചെയ്യേണ്ടത് ആ വേരിയബിളിന് മുമ്പ് നിങ്ങൾ ഈ ആംബർസാൻഡ് കൊടുക്കുമായിരുന്നു. അതിന് കാരണം എന്താണ്? ഇപ്പോഴാണ് എൻ്റെ ഒരു ഐഡിയ മനസ്സിലാവുന്നത്. എന്താണ്? ആ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ഇപ്പോൾ ഇതിൽ ഞാൻ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ 2 ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്ത്, എന്താണ്? സ്റ്റാറും ആംബർസാൻഡും. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. ആംബർസാൻഡ് c. ഓക്കെ, ആംബർസാൻഡ് c denotes address of c and star of pc denotes content of pc. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇതിൽ നമുക്ക് എഴുതാം. ആക്ച്വലി യു ക്യാൻ റൈറ്റ് pc is equivalent to, ഇത് ഞാൻ സിയുടേതല്ല ജസ്റ്റ് എഴുതുന്നത്, pc is equivalent to ഇത് നമ്മളിവിടെ എഴുതിയ പോലെ. അത് വേണ്ട, സെമിക്കോളൻ വേണ്ട, സി അല്ലല്ലോ. സിമിലർലി ക്യാൻ സേ c is equivalent to star of pc. അതായത് പി സി നമ്മൾ ഈ ആഫ്റ്റർ ദിസ് ഡിക്ലറേഷനാണ്, ഇതിന് ശേഷമുള്ളതാണ് പറയുന്നത്. അതായത് പി സിയുടെ വാല്യൂ എന്താണ്? അഡ്രസ് ഓഫ് സി ആണ്. സിമിലർലി സി എന്ന് പറയുന്നത് എന്താണ്? കണ്ടന്റ് ഓഫ് പി സി ആണ്. സോ ഈ ഒരു ഡിക്ലറേഷൻ, ദിസ് തിങ്, റിമെമ്പർ ദിസ്, ഡോണ്ട് ഫോർഗെറ്റ് ദിസ്. ഇത് തമ്മിൽ കൺഫ്യൂസ് ചെയ്യരുത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇനി ഓക്കെ, ലെറ്റ്സ് ടേക്ക് ദിസ് a little bit further. ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മൾ ഒന്നുകൂടെ ഓക്കെ, ഇതിന് താഴോട്ട് നമ്മൾ കോഡ് കണ്ടിന്യൂ ചെയ്യാണ്. സ്റ്റാർ പി സി ഈക്വൽ ടു 1 ഇങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി. അതായത് നമ്മുടെ പി സിയുടെ കണ്ടൻറ്റ് ഈക്വൽ ടു 1 ആക്കുന്നു. ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള തത്തുല്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? സി ഈക്വൽ ടു 1. ഇതും ഞാൻ വരയിട്ട രണ്ടും ഒന്നാണ്. ഓക്കെ, ബോത്ത് ആർ ദ സെയിം. Then what? If we give printf %d, c and printf %d, star pc, രണ്ടും ഒരേ വാല്യൂ പ്രിൻ്റ് ചെയ്യും, 1 തന്നെ പ്രിൻ്റ് ചെയ്യും. കാരണം എന്താണ്? രണ്ടും ഒരേ സാധനം തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടന്റ് ഓഫ് പി സി, ഇവിടെ വാട്ട് ഈസ് ആക്ച്വലി ഹാപ്പനിങ് ഹിയർ? ഇവിടെ നമ്മൾ സി എന്ന് പറയുന്ന ഒരു വേരിയബിളിനെ ഇങ്ങനെ ഡിക്ലെയർ ചെയ്തിട്ടിട്ടുണ്ട്. അവിടെ നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ അഡ്രസ്സ് ഉണ്ടല്ലോ ഇവിടെ. സപ്പോസ് XSXX എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഉണ്ടെങ്കിൽ വാട്ട് ആർ വി ഡൂയിങ്?
ഈ അഡ്രസ്സിനെ നമ്മളെടുത്തിട്ട് നമ്മൾ വേറെ പി സി എന്ന് പറയുന്ന വേറൊരു വേരിയബിളുണ്ട്, അവിടെ കൊണ്ട് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടൊക്കെയാണ്. ഓക്കെ, ഈ പി സി എന്ന് പറയുന്ന ഈ വേരിയബിളിന് വേറെ അഡ്രസ്സ് കാണും. അത് വി കോൾ ഇറ്റ് എ പോയിന്റർ ടു എ പോയിന്റർ, ബട്ട് ദാറ്റ് ഇസ് ഇറെലവൻറ്റ് ഫോർ അവർ ഡിസ്കഷൻ. ഓക്കെ, ഈ പി സി എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്, അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ മെമ്മറിയിൽ എവിടെയെങ്കിലുമാണ് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ പി സിയുടെ കണ്ടൻറ്റ് എന്താണ്? ഈ സാധനം, സിയുടെ അഡ്രസ്സ്. ഓക്കെ, നമുക്ക് ഫിസിക്കൽ മെമ്മറി ഉണ്ട്. ഫിസിക്കൽ മെമ്മറി നമ്മൾ ആദ്യം മുതലേ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ XX എത്തുമ്പോഴായിരിക്കും സി എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. അതാണ് ഈ പോയിന്റർ എന്ന് പറയുന്നതിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ്. ഓക്കെ, നൗ ലെറ്റ്സ് സീ എൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, സോ ദിസ് ഈസ് എ ഫസ്റ്റ് എക്സാമ്പിൾ പ്രോഗ്രാം. ഇവിടെ എന്താ ചെയ്യുന്നത്? സെയിം സാധനം, ഇൻറ്റ് സ്റ്റാർ പി സി കോമ സി. നമ്മളൊരു പി സി എന്ന് പറയുന്ന ഒരു പോയിൻ്റർ വേരിയബിളും ആൻഡ് ആൻ ഇൻറ്റിജർ. ഓക്കെ, അപ്പം നമ്മളിപ്പം ഒരു ഇൻറ്റ് സ്റ്റാർ പി സി എന്ന് കൊടുക്കുമ്പോൾ എന്താണ്? ഒരു ഇൻറ്റിജറിനെ പോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോയിൻ്ററാണ്. അപ്പോൾ നമുക്കൊരു ക്യാരക്ടറിനെയാണ് പോയിൻ്റ് ചെയ്യുന്നതെങ്കിലോ അതിന് നമ്മൾ വേരിയബിൾ എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ക്യാർ സ്റ്റാർ പി സി എന്ന് വാട്ട് എവർ നെയിം അങ്ങനെ കൊടുക്കേണ്ടി വരും. ഓക്കെ, സോ ഓക്കെ, ഇനി എന്താണ് ഇവിടെ നമ്മൾ സിക്ക് 22 എന്ന് പറയുന്നൊരു വാല്യൂ കൊടുത്തു. എന്നിട്ട് എന്താണ്? അഡ്രസ് ഓഫ് സി നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു. എങ്ങനെ? യൂസിങ് ദിസ് ഓപ്പറേറ്റർ, അഡ്രസ് ഓഫ് സി. ഓക്കെ, അതുപോലെ ഇവിടെ കണ്ടോ, ഇവിടെ %p ആണ്, അതായത് ആ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ ഇസ് എ പോയിൻ്റർ ഓർ ആൻ അഡ്രസ്. ഇവിടെ വാല്യൂ ഓഫ് സി നമ്മൾ എന്താണ് %d വെച്ചിട്ട് ഇത് പ്രിൻ്റ് ചെയ്യുന്നു. ദെൻ നമ്മൾ എന്ത് ചെയ്യുന്നു? പി സിയെ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. എങ്ങനെ? ആസ് അഡ്രസ് ഓഫ് സി. ദെൻ വാട്ട് ആർ വി ഡൂയിങ്? പ്രിൻറ്റിങ് അഡ്രസ് ഓഫ് പോയിൻ്റർ പി സി. എന്താണ്? പി സി തന്നെ, പി സിയുടെ വാല്യൂ. പി സിയുടെ വാല്യൂ എന്ന് പറയുന്നത് സിയുടെ അഡ്രസ് ആയിരിക്കും. ദെൻ കണ്ടൻറ്റ് ഓഫ് പോയിൻ്റർ പി സി, അതെങ്ങനെയാണ്? സ്റ്റാർ പി സി. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർ പി സി യൂസ് ചെയ്യുമ്പോൾ ഈ ഇതെന്താണ്? %d ആണ് വരുന്നത്. ഇവിടെ പി സി മാത്രം ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ആംബർസെൻഡ് സി ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഏതാ വരുന്നത്? %p ആണ്, കാരണം അഡ്രസ്സാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? സിയുടെ വാല്യൂ ചേഞ്ച് ചെയ്തു. എന്നിട്ട് എന്താണ്? അഡ്രസ്സ് ഓഫ് പോയിൻ്റർ പി സി, കണ്ടൻറ്റ് ഓഫ് പോയിൻ്റർ പി സി പ്രിൻ്റ് ചെയ്യുന്നു. അതുപോലെ നമ്മൾ എന്താണ്? ഈ കണ്ടൻറ്റ് ഓഫ് പി സി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ വാല്യൂ ചേഞ്ച് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താണ്? അഡ്രസ് ഓഫ് സിയും ഇത് പ്രിൻ്റ് ചെയ്യുന്നത്. ലെറ്റ്സ് സി. ഓക്കെ, സി ഇനിഷ്യലി ഇതാണ് ഇതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സ്. ഇത് ഹെക്സാഡെസിമലാണ്. സോ ഇത് എത്ര? 1 2 3 4 5 6 7 8 9 10 11 12. ദിസ് ഇസ് എ 12 ഡിജിറ്റ് ഹെക്സാഡെസിമൽ അഡ്രസ്. ഇതിൻ്റെ ഫിസിക്കൽ അഡ്രസ്സാണ്. ഇതിപ്പോൾ എൻ്റെ കമ്പ്യൂട്ടറിൽ എൻ്റെ റാമിൽ ഇത്രാമത്തെ ഫിസിക്കൽ അഡ്രസ്സിലാണ് സി എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത് എന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, ആൻഡ് കണ്ടൻറ്റ് ആസ് യൂഷ്വൽ അല്ലെങ്കിൽ ആസ് എക്സ്പെക്റ്റഡ് നമ്മൾ 22 കൊടുത്ത് 22 പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ്? നമ്മൾ ഈ സിയുടെ അഡ്രസ്സ് ഇതിലോട്ട് പാസ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ പി സി ആണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് വന്നത്? നേരത്തെ നമ്മൾ കണ്ട അഡ്രസ്സ്, ഇതിൻ്റെ തന്നെ അഡ്രസ്സാണ് ഇവിടെ വന്നേക്കുന്നത്. സി, ആൻഡ് നമ്മൾ ഈ എന്താണ് സ്റ്റാർ പി സി, കണ്ടൻറ്റ് ഓഫ് പി സി യൂസ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുമ്പോൾ സിയുടെ തന്നെ 22 തന്നെയാണ് വന്നേക്കുന്നത്. അഗെയിൻ നമ്മൾ എന്താണ് വാല്യൂ ചേഞ്ച് ചെയ്തു. എങ്ങനെ? സി യൂസ് ചെയ്ത് വാല്യൂ ചേഞ്ച് ചെയ്തു. എന്നിട്ട് പി സിയും സ്റ്റാർ പി സിയും പ്രിൻ്റ് ചെയ്തപ്പോഴും അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നില്ല, കാരണം നമ്മുടെ വേറെ പി സി നമ്മൾ വേറെ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഇവിടെയും നമ്മൾ സ്റ്റാർ പി സി യൂസ് ചെയ്ത് ചേഞ്ച് ചെയ്തപ്പോൾ നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നത് എന്താണ്? ഇവിടെ സിയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. സിയും അഡ്രസ് ഓഫ് സിയാണ് പ്രിൻ്റ് ചെയ്യുന്നത്, പക്ഷേ കണ്ടൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് വൺസ് യു ആർ ലിങ്ക്ഡ് ഓർ വൺസ് യു ആർ അസൈൻഡ് ദ പോയിൻ്റർ ടു എ പർട്ടിക്കുലർ വേരിയബിൾ, നിങ്ങൾക്ക് കണ്ടൻറ്റ് ഓഫ് വേരിയബിൾ വെച്ചും ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ആ വേരിയബിൾ വെച്ചും ചേഞ്ച് ചെയ്യാം. ഓക്കെ, അതാണ് ഈ ഫസ്റ്റ് എക്സാമ്പിൾ. ഓക്കെ, ഇനി ഇടയ്ക്ക് കാണാറുള്ള കുറച്ച് മിസ്റ്റേക്സ് ഉള്ളത്, അതായത് ലെറ്റ്സ് സം കോമൺ മിസ്റ്റേക്സ്. സപ്പോസ് ഐ ആം ഡിക്ലെയറിങ് ഇൻറ്റ് സ്റ്റാർ പി സി കോമ സി. ഓക്കെ, ഒരു പോയിൻ്റർ ഒരു ഇൻറ്റിജറും ഡിക്ലെയർ ചെയ്തു. What if I write PC equal to C? Okay, what happens? This is wrong.
compiler will throw an error. Why? Because നിങ്ങൾക്ക് സി എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജറാണ്. ആ ഇൻറ്റിജറിനെ നിങ്ങൾക്ക് മറ്റൊരു ഇൻറ്റിജർ വേരിയബിളിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, പി സി ഈസ് എ പോയിൻ്റർ വേരിയബിൾ. ആൻഡ് വാട്ട് ഇഫ് യു ഡു സ്റ്റാർ പി സി ഈക്വൽ ടു ആംപർസെൻറ്റ് സി? ദിസ് ഈസ് ഓൾസോ റോങ്. കാരണം ഈ റൈറ്റ് സൈഡിലുള്ളത് ആംപർസെൻറ്റ് സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ അഡ്രസ്. സ്റ്റാർ പി സി എന്ന് പറയുന്നതാണ് ഇറ്റ് ഇസ് എൻ ഇൻറ്റിജർ വാല്യൂ. അഗെയിൻ യു ആർ ട്രൈങ് ടു അസൈൻ one type of value to another type of variable. What if you write pc equal to ampersand c? This is correct. And here it is an address. This is also a variable capable of storing an address. And what about this star pc equal to c? This is also correct. And ഇവിടെ ഇതൊരു ഇൻറ്റിജർ ആണ്. this is a content of a pointer to an integer, so correct ആണ്, right? ഇതിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നേക്കാം എന്നുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ഓക്കെ, ലെറ്റ്സ് റൈറ്റ് another example. int star p is equal to ampersand c. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾ എന്താണ് ഈ സാധനമാണ് നമ്മൾ തെറ്റ് എന്ന് പറഞ്ഞ ഈ ഒരു ഡിക്ലറേഷനാണ് ഇവിടെ നടത്തിയേക്കുന്നത്, ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസെൻറ്റ് സി. പക്ഷേ ഇവിടെ ഇത് ഇനിഷ്യലൈസ് ചെയ്ത് ഡിക്ലെയർ ചെയ്ത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യാണ്. സോ ദിസ് തിങ് ഈസ് ഇക്വലൻ ടു ഇൻറ്റ് സ്റ്റാർ പി സി ആൻഡ് പി സി ഈസ് ഈക്വൽ ടു ആംപർസെൻറ്റ് സി. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്നതിൻ്റെ ഇക്വലൻ്റ് ആണ് ഈ സാധനം. അതായത് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇൻറ്റ് സ്റ്റാർ പി ഈക്വൽ ടു ആംപർസെൻറ്റ് സി എന്നത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വലൻ ടു ഇൻറ്റ് സ്റ്റാർ പി സി ഫോളോഡ് ബൈ പി സി ഈക്വൽ ടു ആംപർസെൻറ്റ് സി. സോ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് കറക്റ്റ്, ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ദിസ് ഇസ് റോങ്. പ്ലീസ് റിമെമ്പർ, റൈറ്റ്? നൗ ലെറ്റ്സ് സീ ഹൗ pointers and arrays are related. Pointers and arrays. Okay, so first of all let me write down what is this ampersand x of 0. This is the address of the first element of the pointer, and x, first element of the array, sorry, and this is x. What is x? This is the name of an array. Are the same. Okay, both contain addresses of the first element of the array with name x. അതായത് സപ്പോസ് ഞാൻ ഡിക്ലെയർ ചെയ്യാണ് an array integer array x of 50 എന്നാണ് ഡിക്ലെയർ ചെയ്യണം. സോ ഹിയർ വി ഹാവ് an array x0 x1 so on and so forth. സോ ഇത് എന്ന് പറയുന്നത് എന്താണ്? ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മെമ്മറി ലൊക്കേഷൻസ് ആണല്ലേ. ഇതിൽ x0 എന്ന് പറയുന്നതിനൊരു അഡ്രസ്സ് ഉണ്ടാവും, x1 എന്ന് പറയുന്നൊരു അഡ്രസ്സ് ഉണ്ടാവും, x2 എന്ന് പറയുന്നൊരു അഡ്രസ്സ് ആണ്, സോ ആൻഡ് സോ ഫോർത്ത്. സോ ദിസ് ഈസ് എന്താണ്? ഈ സാധനം, ഈ ഒരു അഡ്രസ്സ്, വാട്ട് എവർ ഇസ് ദിസ്, ഇതും എക്സ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അതായത് നമ്മളൊരു അറേ ഡിക്ലെയർ ചെയ്യുകയാണ്, എന്നിട്ട് അതിൻ്റെ പേര് മാത്രം എടുക്കുകയാണെങ്കിൽ, ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ പോയിൻ്റർ ടു ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ അറേ.
നിങ്ങൾ ഇതുവരെ ഇത് മാത്രമായിട്ട് അങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങൾ എക്സ് ഓഫ് ഐ എന്നോ എക്സ് ഓഫ് 0 എന്നോ എക്സ് ഓഫ് 1 എന്നോ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യും. ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ഓരോ എലമെൻറ്റിൻ്റെ ഐഡൻറ്റിറ്റിയാണ്. പക്ഷേ എക്സ് എന്ന് മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ പോയിൻ്റർ ടു ദ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദ അറേ. ഓക്കെ, ആൻഡ് ലെറ്റ് മീ റൈറ്റ് ദിസ് ഡൗൺ. എക്സ് ഓഫ് ഐ is equal to content of x plus I. Okay, remember this. Okay, also x എന്ന് പറയുന്നത് അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഒരു അറേയും പോയിൻ്ററും തമ്മിലുള്ള റിലേഷനിൽ ദീസ് ടു തിങ്സ് ആർ ദ ബേസിക്. അതായത് ഫസ്റ്റ് എലമെൻറ്റിൻ്റെ അഡ്രസ് ആയിരിക്കും അറേയുടെ പേര് ഡിനോട്ട് ചെയ്യുന്നത്. ആൻഡ് ith എലമെൻറ്റിൻ്റെ വാല്യൂ എങ്ങനെ? ഇറ്റ് വിൽ ബി ദ വാല്യൂ ഓഫ് കണ്ടന്റ് ഓഫ് എക്സ് പ്ലസ് ഐ, കാരണം ദിസ് ഇസ് എ പോയിന്റർ. ഓക്കെ, നൗ ലെറ്റ്സ് സീ a couple of examples regarding pointers and arrays. Okay, എന്താണിത്? We have ഒരു array ഉണ്ട്, integer x of 4, then ഒരു indexന് വേണ്ടിയിട്ട് ഒരു I. So we are writing a loop for I equal to 0, I less than 4 plus plus I, printf. എന്താണ് ഇത്? ജസ്റ്റ് ആംബർസെൻഡ് ആ ഒരു ഇത് വരാൻ വേണ്ടിയിട്ട്. what is happening? ഇവിടെ നമ്മൾ ആ ഒരു അഡ്രസ് ഓഫ് ith എലമെൻറ്റ് ഈക്വൽ ടു അഡ്രസ്. ഇവിടെ എന്താ വരുന്നത്? അഡ്രസ് ഓഫ് ith എലമെൻറ്റ് എന്ന് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് run this. Sorry. Okay, see, ഇവിടെ നമ്മൾ രണ്ട് രീതിയിലാണ് പ്രിൻ്റ് ചെയ്തേക്കുന്നത്. ഒരു ആദ്യത്തെ ഈ 4 വരുന്നത് എങ്ങനെയാണ്? നമ്മൾ 1 by 1 ഓരോ എലമെൻറ്റ് എക്സ് ഓഫ് 0, എക്സ് ഓഫ് 1, എക്സ് ഓഫ് 2 അങ്ങനെ ഓരോന്ന് എടുത്തിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഇട്ട് പ്രിൻ്റ് ചെയ്തേക്കാണ്. ഇവിടെ നമ്മൾ എന്താ ചെയ്തേക്കുന്നത്? ജസ്റ്റ് ഡയറക്റ്റ്ലി എക്സ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്തേക്കാണ്. സോ യു ക്യാൻ സീ that the address of 0th element എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെയിം ആസ് എന്താണ്? നമ്മൾ ഈ എക്സ് എന്ന് പറയുന്ന സാധനം പ്രിൻ്റ് ചെയ്താൽ. സോ ബോത്ത് ആർ സെയിം. ഓക്കെ, ലെറ്റ്സ് ട്രൈ another example. Program 3. Okay, enter 6 numbers, 1, 2, 3, 4, 5 and 6. Okay, sum is 21. So what is happening here? ഇവിടെ എന്താണ് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ ഇതെടുത്തു, എക്സ് ഓഫ് 6 ഡിക്ലെയർ ചെയ്തു, സം 0 ഡിക്ലെയർ ചെയ്തു, നമ്പേഴ്സിനെ ഇത് കൊടുത്തു, എന്താണ് റീഡ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പോൾ സ്കാൻഎഫ് %d. യൂഷ്വലി നമ്മൾ സ്കാൻഎഫ് എങ്ങനെയാണ് കൊടുക്കുന്നത്? യൂഷ്വലി നമ്മളിവിടെ കൊടുക്കുന്ന ആംബർസെൻറ്റ് വേരിയബിൾ നെയിമാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ കൊടുക്കേണ്ട. നമുക്ക് എന്താ ബേസിക്കലി നമുക്ക് അഡ്രസ്സ് വരണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്? എക്സ് ഓഫ് 0 എന്ന് പറയുന്നതിന് പകരം എക്സ് പ്ലസ് 0, എക്സ് ഓഫ് 1 എന്ന് പറയുന്നത് പകരം എക്സ് ഓഫ് എക്സ് പ്ലസ് 1, അങ്ങനെ നമ്മൾ അഡ്രസ്സ് ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഫോർ ആംബർസെൻറ്റ് റിക്വയർഡ് അല്ല. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ഫൈനലി നമ്മൾ എങ്ങനെയാണ് സം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? സം പ്ലസ് ഈക്വൽ ടു കണ്ടന്റ് ഓഫ് എക്സ് പ്ലസ് ഐ. ഓരോന്നായിട്ട് റീഡ് ചെയ്യും, അതിൻ്റെ കൂടെ തന്നെ സമ്മ് ആഡ് ചെയ്ത് പോകണം കണ്ടന്റ് ഓഫ് യൂസ് ചെയ്തിട്ട്. ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ 2 ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ ലെറ്റ്സ് ടോക്ക് അബൌട്ട് എ ന്യൂ തിങ് വിച്ച് ഈസ് പോയിന്റേഴ്സ് ആൻഡ് ഫങ്ഷൻസ്. ഓക്കെ, ഇതുവരെ നമ്മൾ എങ്ങനെയാണ് ഫങ്ഷൻസിന് വാല്യൂ നമ്മൾ കൊടുത്തിരുന്നത്? ഈ ആർഗ്യുമെൻറ്റ്സ് ഇൻപുട്ട് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ എന്താണ് ആ ഒരു വാല്യൂ പാസ് ചെയ്യാണ്. കോൾ ബൈ വാല്യൂ എന്ന് പറയുന്ന ഒരു ഇതാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ടിൽ നൗ വാട്ട് വി ആർ യൂസിങ് ഇസ് കോൾ ബൈ റെഫറൻസ്. വാട്ട് ഹാപ്പൻസ്? വി ആർ പാസിങ് the address of the actual variable. നിങ്ങൾ അറേസ് ഫംഗ്ഷനിൽ യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ്. കാരണം നിങ്ങൾ
അറേയോടെയാണ് പാസ് ചെയ്തത്. അറേയോടെ പാസ് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? ആ അറേയുടെ അഡ്രസ്സാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് see a couple of examples on how we can do this call by reference. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, void swap int star n1 int star n2. So here we are declaring our arguments as pointers only. Then comes our main function. നമ്മളിവിടെ num1 എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യുന്നു, num2 എന്ന് പറയുന്നത് ഡിക്ലെയർ ചെയ്യുന്നു. Then we are calling the function swap. എന്നിട്ട് നമ്മളിവിടെ പാസ് ചെയ്യുന്നത് എന്താണ്? വേരിയബിൾ അല്ല പാസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പാസ് ചെയ്യുന്നത് what are we passing? The address of num1 and address of num2. That is call by reference. ഓക്കെ, ഫൈനലി അത് ചേഞ്ച് വരുത്തും, പിന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്യും. ഓക്കെ, ഈ സ്വാപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനകത്ത് വാട്ട് ഇസ് ഹാപ്പനിങ്? സ്വാപ്പ് ഇൻറ്റ് സ്റ്റാർ n1 ഇൻറ്റ് സ്റ്റാർ n2 ഇറ്റ്സ് ഹാപ്പനിങ്. നമ്മൾ ഒരു ടെമ്പററി വേരിയബിൾ അതിനകത്ത് ഡിക്ലെയർ ചെയ്തു, ആൻഡ് നമ്മൾ n1ഉം n2ഉം തമ്മിൽ സ്വാപ്പ് ചെയ്യുകയാണ്. എങ്ങനെ? സ്റ്റാർ n1 സ്റ്റാർ n2. കാരണം ഈ n1 n2 എന്ന് പറയുന്നത് നമുക്ക് തരുന്ന എന്താണ്? പോയിൻറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആ സ്റ്റാർ ഇട്ടിട്ട് നമ്മൾ ഇതിനു മുമ്പ് വി ഹാവ് ഡൺ so many swapping functions, or we have swapped variables. ഇവിടെ നമ്മൾ സ്വാപ്പിംഗ് തന്നെ നേരത്തെ ടെക്നിക്ക് അത് തന്നെയാണ്, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് വേരിയബിൾസ് വി ആർ യൂസിങ് പോയിൻറ്റേഴ്സ് ആൻഡ് യൂസിങ് ദ സ്റ്റാർ ഓപ്പറേറ്റർ. ആൻഡ് ഡസ് ഇറ്റ് വർക്ക്? യെസ്, ഇറ്റ് വർക്ക്സ്. ഇറ്റ് ഹാസ് ടു വർക്ക്. ഓക്കെ, ഇനിഷ്യലി നമ്മൾ num1 എന്ന് പറയുന്നത് 5ഉം num2 എന്ന് പറയുന്നത് 10ഉം ആയിരുന്നു. ആൻഡ് ആഫ്റ്റർ വി ആർ പ്രിൻറ്റിങ് num1 തന്നെ പ്രിൻ്റ് ചെയ്യുന്നു, num2 തന്നെ പ്രിൻ്റ് ചെയ്യുന്നു. നൗ ഇറ്റ് ഈസ് 10 and 5. സോ ഇറ്റ് സ്വാപ്ഡ്. ഓക്കെ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് തിങ്? void add 1 int star pointer. അതായത് എന്താണ്? ഒരു വാല്യൂ ഇൻപുട്ട് ഒരു പോയിൻ്റർ കൊടുക്കും, ആ പോയിൻ്ററിൻ്റെ കണ്ടൻറ്റിനെ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്യുന്നു, സ്റ്റാർ പോയിൻ്റർ പ്ലസ് പ്ലസ്. ഓക്കെ, സോ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഒരു പോയിൻ്റർ ഡിക്ലെയർ ചെയ്യുന്നു, ഒരു i = 10 എന്ന് പറയുന്നു. ദെൻ ദ പോയിൻ്റർ ഇസ് ഇനിഷ്യലൈസ് ടു ബി ദ അഡ്രസ് ഓഫ് i. ദെൻ ആഡ് 1ൽ p പാസ് ചെയ്തു. ഇവിടെ നമ്മൾ പോയിൻ്റർ ഡയറക്റ്റായിട്ടാണ് പാസ് ചെയ്യുന്നത്. നേരത്തെ ഇതിൽ എന്താ വാട്ട് ഹാപ്പൻ? ഇവിടെ നമ്മൾ നമ്പർ num1 num2 എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റിജർ വേരിയബിൾസ് ആയിട്ട് ഡിക്ലെയർ ചെയ്ത്, അതുകൊണ്ട് നമുക്ക് അഡ്രസ്സ് പാസ് ചെയ്യണമെങ്കിൽ ആംബർസെൻഡ് യൂസ് ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ നമ്മൾ പോയിൻ്റർ ആയിട്ട് തന്നെയാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് p. സോ അതിന് നമ്മൾ p എന്ന് തന്നെ അങ്ങ് പാസ് ചെയ്താണ് മതി. ആൻഡ് വാട്ട് ഹാപ്പൻസ്? അതിനെ ജസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യും. ലെറ്റ്സ് സീ 11 എന്താണ്? 1 ഇൻക്രിമെൻ്റ് ചെയ്തു, പ്രിൻ്റ് ചെയ്തു. ദാറ്റ്സ് ഓൾ, നത്തിങ് മച്ച്. ജസ്റ്റ് ആ പോയിൻ്റർ എങ്ങനെയാണ് ഇതിൽ പാസ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു. ഓക്കെ, ഓക്കെ, now let's move on to the last topic that I have to cover under pointers, which is called as memory allocation. Okay, sometimes it is called as dynamic memory allocation because നമ്മൾ സാധാരണ അറേ ഡിക്ലെയർ ചെയ്യുമ്പോൾ വാട്ട് ഹാപ്പൻസ്? നമ്മളത് നേരത്തെ നമ്മുടെ പ്രോഗ്രാമിൽ തന്നെ അറേ ഓഫ് ഇത്ര എന്നൊക്കെ പറയും. പക്ഷേ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ റൺ ടൈമിലാണ് ഇത് അലോക്കേറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ യൂസറുടെ എന്നൊരു ഇത് വാങ്ങിച്ചിട്ട് ചെയ്യുന്നതാണ്. വിൽ സി ആൻ എക്സാമ്പിൾ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ടു യു ആൻഡ് സോ ഓൺ. So before that we use some functions for this. malloc ഇതിൻ്റെ സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ptr = കാസ്റ്റ് ടൈപ്പ് സ്റ്റാർ malloc സൈസ്. ഇതിൽ കാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏത് ടൈപ്പ് ഓഫ് പോയിൻ്ററാണ് വേണ്ടത്, ഇൻറ്റിജർ ആണോ ഫ്ലോട്ടാണോ വോട്ടെവർ, അത് നമ്മളിവിടെ വരും. ഇങ്ങനെ നമ്മളിവിടെ കൊടുക്കാൻ കാരണം malloc റിട്ടേൺ ചെയ്യുന്നത് ഒരു വോയിഡ് ടൈപ്പിലേക്കുള്ള ഒരു ഇതാണ്, എന്താണ്, പോയിൻ്ററാണ് വരുന്നത്. നമുക്കതിനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. അതായത് ഇത് നമുക്ക് ഈ ഇൻറ്റിജേഴ്സിൻ്റെ നമ്മൾ ഒരു ഇനിഷ്യലി ഒരു ഇതിൽ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ടൈപ്പ് ഓഫ് ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പരിപാടിയാണ് ടൈപ്പ് കാസ്റ്റിംഗ്. ഓക്കെ, ഇവിടെ നമ്മൾ
ഇനിഷ്യലി വോയിഡ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു പോയിൻ്റർ വരുന്നത്. അതിന് നമുക്ക് വാട്ടെവർ ഇതിലോട്ട് നമുക്ക് വേണം എന്ന് വെച്ചാൽ അതിലേക്ക് ഫോർ എക്സാമ്പിൾ ptr ഈക്വൽ ടു float star malloc 100 star size of float. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് ഈ malloc ഇവിടം വരെ ഇവിടെ ഇത്രയും എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ ഫ്ലോട്ടിൻ്റെ സൈസിലുള്ള 100 ലൊക്കേഷൻസ് ഡിക്ലെയർ ചെയ്യും, അലോക്കേറ്റ് ചെയ്യും. പക്ഷേ അതിൻ്റെ പോയിൻ്റർ, അതിലൊരു പോയിൻ്റർ കൊടുക്കും. പക്ഷേ ആ പോയിൻ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വിൽ ബി ടൈപ്പ് ഫ്ലോട്ട്, ടൈപ്പ് വോയിഡ്. അതിനെ ഫ്ലോട്ടിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ഈ ടൈപ്പ് കാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, വിൽ സി എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. നെക്സ്റ്റ് വൺ ഈസ് CLOC. ഓക്കെ, സിൻടാക്സ് ഇസ് pointer equal to cast type star CLOC n size. ഓക്കെ, ഈ കാസ്റ്റ് ടൈപ്പ് എല്ലാം സിമിലർ ആണ്. ഇവിടെ നമ്മൾ ഇങ്ങനെ ഇടുന്നതിന് പകരം നമ്മൾ ഇവിടെ ടോട്ടൽ സൈസാണ് ഇടുന്നത്. അതിന് പകരം നമ്മൾ ഇൻഡിവിജ്വൽ സൈസും നമ്പർ ഓഫ് ലൊക്കേഷൻസും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കാണിക്കും. ദെൻ ദർ ഇസ് free. Syntax is free whatever pointer. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫ്രീ എന്ന് പറയുന്നത് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്പേസ് നമുക്ക് യൂസ് കഴിഞ്ഞാൽ അതിനെ ഡി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ രണ്ടും? ഇത് അലോക്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, MLOCും CLOCും. CLOC എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അടുത്തടുത്തുള്ള ലൊക്കേഷൻസിൽ അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഇസ് realloc. സോ ഇതിൻ്റെ സിൻടാക്സ് ptr ഈക്വൽ ടു realloc ptr x. ഓക്കെ, ഇതിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മൾ MLOCോ CLOCോ യൂസ് ചെയ്ത് ptr എന്ന് പറയുന്ന ഒരു പോയിൻ്ററിന് ഇത്ര ഇതിലോട്ട് പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വെച്ചോ. അപ്പം നമുക്ക് ആ ഇത് പോരാ. നമുക്ക് ഇപ്പോൾ സപ്പോസ് അത് 50 ലൊക്കേഷൻസാണ് നമ്മൾ അലോക്കേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്, നമുക്ക് കൂടുതൽ വേണം എന്നുണ്ടെങ്കിൽ വാട്ട് വി ഡു ഇസ് realloc എന്ന് പറയുന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യും. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. എല്ലാം കൂടി ഒറ്റ എക്സാമ്പിൾ കാണിക്കുകയാണ്, സോ യു വിൽ അണ്ടർസ്റ്റാൻഡ് ബെറ്റർ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം മെമ്മറി അലോക്കേഷന് വേണ്ടിയിട്ടുള്ള. ഓക്കെ, സോ ഇവിടെ എന്താണ് നമ്മൾ ഇനിഷ്യലി നമുക്ക് malloc യൂസ് ചെയ്യും. എന്താണ് ആദ്യം ഇൻഡിജേഴ്സ് നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഡിക്ലെയർ ചെയ്തു. ഓക്കെ, ദെൻ എൻ്റർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് n റീഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ptr ഈക്വൽ ടു ptr നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇൻഡിജർ എന്നുള്ള. ptr ഈക്വൽ ടു എന്താണ്? ഇതാണ് നമ്മുടെ ടൈപ്പ് കാസ്റ്റിംഗ് വരുന്നത്. ഇൻറ്റ് malloc n സ്റ്റാർ സൈസ് ഓഫ് ഇൻ്റ് ആണ് കൊടുത്തേക്കുന്നത്. അത് യൂസറിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ട് യൂസർ എത്രയാണോ പറയുന്നത് നമുക്ക് അത്രയും സൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അനാവശ്യമായിട്ട് ഇപ്പോൾ സാധാരണ നിങ്ങളിപ്പോൾ ചെയ്തപ്പോൾ സ്ട്രിങ്ങിൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എത്ര 100 ഉണ്ടെങ്കിൽ 100 അങ്ങ് ഡിക്ലെയർ ചെയ്ത് വെച്ചേക്കും. ചിലപ്പോൾ അതിൽ 5 10 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ അങ്ങനെയല്ല, നമുക്ക് യൂസറിന് എത്ര വേണോ അത്രയും നമുക്ക് അലോക്കേറ്റ് ചെയ്യാം. ആൻഡ് ഇത് റിട്ടേൺ ചെയ്യുന്നത് വോയിഡ് ടൈപ്പ് ഓഫ് പോയിൻ്റാണ്. അതിന് നമ്മൾ ഇൻഡിജർ ടൈപ്പായിട്ട് ടൈപ്പ് കാസ്റ്റ് ചെയ്യണം. ഈ സെയിം കാര്യം നമുക്കിവിടെ ഞാനൊരു കമൻ്റായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്, CLOC വെച്ച് ചെയ്യാൻ പറ്റും. CLOC വെച്ചിട്ട് ആകുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ n സ്റ്റാർ സൈസ് ഓഫ് ഇൻ്റ് എന്ന് കൊടുക്കുന്നതിനും n കോമ സൈസ് ഓഫ് ഇൻ്റ് ആയിട്ട് വരും. ഓക്കെ, ഇതിൽ ഇപ്പം നമ്മൾ മെമ്മറി malloc അല്ലെങ്കിൽ CLOC യൂസ് ചെയ്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അലോക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ റിട്ടേൺ ബോത്ത് malloc ആൻഡ് CLOC വിൽ റിട്ടേൺ നൾ ടു ദ പോയിൻ്റർ. അതാണ് ഇവിടെ ചെക്ക് ചെയ്യുന്നത്. മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കുന്നത്. ഇഫ് പോയിൻ്റർ ഈക്വൽ ടു നൾ, അതായത് malloc CLOC നള്ള റിട്ടേൺ ചെയ്തിട്ടുള്ളതെങ്കിൽ എന്താണ്? there has been an error in memory allocation and the function will exist, program will exit. ഓക്കെ, ഇല്ല അങ്ങനെ അല്ല, നള്ളല്ല എന്നുണ്ടെങ്കിൽ എന്താ വാട്ട് ഇസ് ഹാപ്പനിങ്? എൻ്റെ എലമെൻറ്റ്സ് നമുക്ക് എത്ര എലമെൻറ്റ് വേണമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എലമെൻറ്റ്സ് 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യാൻ പറയും. അപ്പം ഇതെങ്ങനെ റീഡ് ചെയ്യുന്നത്? പോയിൻ്റർ പ്ലസ് i എന്നാണ് റീഡ് ചെയ്യുന്നത്. i ഈക്വൽ ടു 0 to n or 0 to n-1. പോയിൻ്റർ പ്ലസ് i
ആൻഡ് സം എങ്ങനെ കണ്ടുപിടിക്കും? സം ഈക്വൽ ടു ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സ്റ്റാർ ഓഫ് പോയിൻ്റർ പ്ലസ് ഐ, ഇങ്ങനെ സം കണ്ടുപിടിക്കുന്നു. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്തേക്കുന്നത്? നമ്മൾ നേരത്തെ നമ്മൾ അലോക്കേറ്റ് ചെയ്ത പോയിൻറ്റേഴ്സ് ഉണ്ടല്ലോ, ഈ പി ടി ആർ എന്ന് പറയുന്നത് യൂസ് ചെയ്തിട്ടുള്ള പി ടി ആർ പ്ലസ് ഐ, അത് പി ടി ആർ പ്ലസ് 1, പി ടി ആർ പ്ലസ് 2, അങ്ങനെ നമ്മൾ 1 by 1 നമ്മൾ അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ചോദിക്കുകയാണ്, ഓക്കെ എൻ്റർ ന്യൂ സൈസ്. ന്യൂ സൈസ് എന്തിനാണ്? നമുക്ക് റീഅലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റീഅലോക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ പി ടി ആർ ഈക്വൽ ടു റീഅലോക്ക് പോയിൻ്റർ, നമ്മുടെ ഒറിജിനൽ പി ടി ആർ തന്നെ, ആൻഡ് കോമ n2 സ്റ്റാർ സൈസ് ഓഫ് ഇൻറ്റ്. ഓക്കെ, അങ്ങനെ റീഅലോക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അലോക്കേറ്റ് ചെയ്ത അഡ്രസ്സസ് പ്രിൻ്റ് ചെയ്യാനാണ് ഈ ഒരു സാധനം. ഫൈനലി വാട്ട് എവർ വി ഹാവ് അലോക്കേറ്റഡ് we should free it. Okay, let's run this program. And the number of elements, let's say 3, 1 2 3. Okay, sum equal to 6. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്ത? അഡ്രസ് ഓഫ് പ്രീവിയസ്ലി അലോക്കേറ്റഡ് മെമ്മറി എന്ന് പറഞ്ഞിട്ട് 3 നമ്മുടെ എം അലോക്ക് യൂസ് ചെയ്ത് വന്ന 3 അഡ്രസ്സ് വന്നിട്ടുണ്ട്. എൻ്റെ ന്യൂ സൈസ് ലെറ്റ്സ് സേ 5. എന്നിട്ട് എന്താണ്? റീഅലോക്കേറ്റ് ചെയ്തേക്കാണ്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ആദ്യത്തെ 3 നമ്മൾ നേരത്തെ അലോക്കേറ്റ് ചെയ്ത് തന്നെയാണ്, അതിൻ്റെ കൂടെ 2 ലൊക്കേഷനും കൂടെ അലോക്കേറ്റ് ചെയ്തേക്കാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ നടക്കുന്നത്. സോ ദിസ് ഈസ് ഫ്രം എന്താണ് പോയിൻറ്റേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റിലുള്ളത്. ലെറ്റ് മീ ജസ്റ്റ് റൺ ത്രൂ ദം വൺസ് മോർ. എന്താണ് പോയിൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? ദേ ആർ വേരിയബിൾസ് യൂസ് ടു സ്റ്റോർ അഡ്രസ്സസ്. ഓക്കെ, അഡ്രസ് എന്ന് പറയുമ്പോൾ എല്ലാ വാട്ട് എവർ കണ്ടൻറ്റ് യു ആർ സ്റ്റോറിങ് ഇൻ മെമ്മറി ഇറ്റ് വിൽ ഹാവ് എ ഫിസിക്കൽ അഡ്രസ്. ആ ഫിസിക്കൽ അഡ്രസ്സാണ് നമ്മൾ പോയിൻറ്റേഴ്സിൽ സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏതൊക്കെ രീതിയിൽ അത് ഡിക്ലെയർ ചെയ്യാം എന്നുള്ളത് നോക്കി, മൾട്ടിപ്പിൾ പോയിൻറ്റേഴ്സ് എങ്ങനെ ഡിക്ലെയർ ചെയ്യാൻ നോക്കി. പിന്നെ അതിൽ എന്താണ് ഈ പോയിൻറ്റേഴ്സിൻ്റെ 2 ഓപ്പറേറ്റേഴ്സ്, ആംബേഴ്സിൻ്റും സ്റ്റാർ, മെയിനായിട്ടുള്ള 2 ഓപ്പറേറ്റേഴ്സ്, അതായത് അഡ്രസ് ഓഫ് ഓപ്പറേറ്ററും കണ്ടൻറ്റ് ഓഫ് ഓപ്പറേറ്ററും കണ്ടു. പിന്നീട് നമുക്ക് യൂഷ്വലി വരുന്ന മിസ്റ്റേക്സ്, എന്നാൽ കണ്ടാൽ മിസ്റ്റേക്ക് ആണെന്ന് തോന്നാമെന്നുള്ള ശരിയായിട്ടുള്ളൊരു ഓപ്പറേഷൻ. പിന്നെ പോയിൻറ്റേഴ്സ് ടു അറേസ്, അല്ലെങ്കിൽ അറേയും പോയിൻറ്റേഴ്സ് നമ്മൾ റിലേഷൻ, അതായത് ഒരു അറേയുടെ ഫസ്റ്റ് എലമെൻറ്റിൻ്റെ ഫസ്റ്റ് അഡ്രസ്സ് ആയിരിക്കും ആ അറേയുടെ പേരായിട്ട് നമ്മൾ കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറേയുടെ പേരെന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഐഡൻറ്റിഫയർ യൂസ് ചെയ്തായിരിക്കും അതൊരു പോയിൻ്റർ ആയിരിക്കും ടു ദ ഫസ്റ്റ് എലമെൻറ്റ്. ആൻഡ് യു ക്യാൻ ആക്സസ് സബ്സിക്വൻറ്റ് എലമെൻറ്റ്സ് യൂസിങ് ദ കണ്ടൻറ്റ് ഓഫ് ഓപ്പറേറ്റർ. പിന്നെ നമ്മൾ കോൾ ബൈ റെഫറൻസ് എങ്ങനെയാണ് കൊടുക്കുന്നത്? അതായത് നേരത്തെ ഇതുവരെ നമ്മൾ കോൾ ബൈ വാല്യൂ കൊടുത്തിരുന്ന ഫംഗ്ഷനിലേക്ക്. ദെൻ വി വെൻ ത്രൂ ഹൗ വി ക്യാൻ പാസ് വാല്യൂ ആസ് കോൾ ബൈ റെഫറൻസ്. Then finally we went through memory allocation, dynamic memory allocation, malloc, calloc, free and reallocate. So ഇത്രയായിരുന്നു പോയിൻറ്റേഴ്സിലുള്ളത്. So I am stopping my lecture regarding pointers with this. Try to do some programs. Thank you.